ഞാൻ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നിടത്തോളം കാലം ദൈവം കാത്തുകൊള്ളുന്നു. എൻ്റെ ഒരു വിശ്വാസം ചിലപ്പോൾ അന്ധവിശ്വാസമാവാം. എനിക്ക് മക്കളുണ്ടേ, കുടുംബമുണ്ട്. അതാലോചിക്കുമ്പോൾ വലിയ ദുഃഖമുണ്ട്. കാറ്റടിക്കുന്ന ജനങ്ങൾ വിഷവാതകം ശ്വസിച്ച് വീഴും. ഭോപ്പാൽ ട്രാജഡിയേക്കാൾ വലിയ ദുരന്തമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉള്ള ആൾക്കാർ എല്ലാം കൂടി ചേർന്ന് മനുഷ്യമതിലുണ്ടാക്കി. പിന്നീട് ഇപ്പം എന്ത് പറ്റി? ഓരോ 5-8 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഡാമിന് ശക്തി കൂടിയോ? റൂട്ട് മാപ്പും നോക്കി അതും വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളാരാവും? തമിഴ്നാടിനെ പോഷിപ്പിക്കാനാണെങ്കിൽ 1 രൂപ പുഴയെന്ന് കൊടുക്കാം. ഒരാളെങ്കിലും ആത്മാർത്ഥതയോടെ നിന്നാൽ എത്ര വലിയ ശക്തിയായിട്ട് ഞാൻ മാറും. അപ്പം 3.5 കോടി ജനങ്ങൾ നിന്നാലോ? നിങ്ങൾക്ക് ചെലവഴിക്കാനുള്ളത് ഒരു മിനിറ്റാണ്. പക്ഷെ നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത് 3.5 കോടി ജനങ്ങളെയാണ്. അധികാരത്തിലേറുന്നതിന് മുൻപ് പിണറായി വിജയന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു മനുഷ്യമതിലുണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ പൊളിക്കണം, ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നിയമസഭയിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം പറഞ്ഞത് മുല്ലപ്പെരിയാറിന് സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ്. എന്താ അങ്ങനെ ഒരു മലക്കം മറിച്ചിലിനപ്പോൾ കാരണമായിട്ടുണ്ടാവുക? അത് ജനങ്ങൾ പറയട്ടെ. നിങ്ങളെ എന്തു പറഞ്ഞും കബളിപ്പിക്കാൻ പറ്റുമെന്നാണോ? അതാണോ? നിങ്ങൾ പറ. ഒരു പ്രാവശ്യം മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉള്ള ആൾക്കാർ എല്ലാം കൂടി ചേർന്ന് മനുഷ്യമതിലുണ്ടാക്കി. പിന്നീട് ഇപ്പം എന്ത് പറ്റി? ഓരോ 5-8 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഡാമിന് ശക്തി കൂടിയോ? അപ്പം നിങ്ങളാരായി എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കാം. റോഷി അഗസ്റ്റിൻ മന്ത്രിയായാലും അതുപോലെ തന്നെ ഇടുക്കി കളക്ടറൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ജനങ്ങളെ ഭീതി പടർത്തുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ വേണ്ട എന്ന്. സാറാണ് മുല്ലപ്പെരിയാറിന്റെ വിഷയത്തെക്കുറിച്ച് ഇത്രയും ആധികാരികമായും ഉറച്ച ശബ്ദത്തോടെയും പറയുന്ന ഒരാൾ. അത് താങ്കൾക്കുള്ള മുന്നറിയിപ്പല്ലേ? ശരിക്കും ജനങ്ങളെ ഭീതിപ്പെടുത്തുകയല്ലേ ഇതിലൂടെ ചെയ്യുന്നത്? പാനിക് ആക്കുകയല്ലേ? ഞാൻ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്നാ പറയുന്നത്. ശ്രീ പിണറായി വിജയൻ ഇവിടുത്തെ സകല രാഷ്ട്രീയക്കാരും ഇത് പൊട്ടുമെന്ന് പറഞ്ഞിട്ട് പൊട്ടില്ല എന്ന് പറയുന്ന ഒരാൾ അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്. കാരണം എന്താണെന്നറിയോ? ഞാൻ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നിടത്തോളം കാലം ദൈവം കാത്തുകൊള്ളുന്നു. എൻ്റെ ഒരു വിശ്വാസം ചിലപ്പോൾ അന്ധവിശ്വാസമാവാം. ആ വിശ്വാസക്കാരനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷേ ഇത് പൊട്ടുമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനാണ്, പ്രതിപക്ഷത്തുള്ള പലരുമാണ്, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റിയാണ്, IIT റൂർക്കിയാണ്, IIT ഡൽഹിയാണ്, ഐക്യരാഷ്ട്ര സംഘടന തന്നെ അക്കാഡമിക് വിങ്ങാണ്. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസും പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? അവരൊക്കെയാണ് പറയണത്. അത് ഞാൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഇന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഈ മിസ്റ്റിക് തോട്ട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ തോട്ട് മാറ്റിവെച്ചാൽ നമുക്ക് രക്ഷയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സാറിന് വേണമെങ്കിൽ ഇങ്ങനെ അനാവശ്യമായി ജനങ്ങളെ ഭീതി പരത്തുന്നു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തൂടെ ഗവൺമെന്റിന്? ഞാൻ ഭീതി പരത്തുന്നില്ല, പൊട്ടൂല എന്നല്ലേ പറയണേ. ഞാൻ പൊട്ടൂല എന്ന് പറയണേ. പൊട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ഞാനെന്തോ ഭീതി വളർത്തുന്നു? ഞാൻ ജനങ്ങളുടെ ഭീതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറയുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴ്വരയിൽ കിടക്കുന്നത് മാനസികമായി തളർന്നുപോയി. കുട്ടികൾ ഭയം കൊണ്ട് നിരാശയിലാണ്, അവർക്ക് ഡിപ്രഷനാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറ്റി ഡാം ഡീകമ്മീഷൻ ചെയ്ത് അവരുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയാണ് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറയുന്നത്. ഈ ഡാം ഇവിടെ വേണ്ട, അത്രയേ ഉള്ളൂ. ഒരു സമിതിനെയൊക്കെ നിയോഗിച്ചിരുന്നു. അവർ പറഞ്ഞതും ഡാമിന് സുരക്ഷാ ഭീഷണിയില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ്. ഉന്നതാധികാര സമിതി, എംബോർഡ് കമ്മിറ്റി. അതെ. എന്നെ കേൾക്കുന്ന ചാനലിൻ്റെ വ്യൂവേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ഉന്നതാധികാര സമിതി ലോകത്ത് ഈ ഡാമിന് മാത്രമേ ഉള്ളൂ. അതെന്തിനാണെന്ന് ആലോചിക്കണം. നിങ്ങൾ ആലോചിക്കണം. എല്ലാ ഡാമിനും ഡാം മാനുവലുണ്ട്. ഡാം മാനുവൽ അനുസരിച്ച് ആണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഉന്നതാധികാര സമിതി പറഞ്ഞ് ഉന്നതാധികാര സമിതിയിൽ ആരൊക്കെയുള്ളത്? ഒരു കാലത്തുണ്ടായിരുന്നത്, ഇപ്പം ആരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഒരു കാലത്തുണ്ടായത്, ഞാൻ അവരുടെ പുറകെ നടക്കാറില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. ഇറ്റ്സ് എ വൈൽഡ് ഗൂസ് ചേസ്. ഒരു കാര്യമില്ല. പണ്ടുണ്ടായിരുന്നത്, ഞാൻ കേസ് തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന 3 ജഡ്ജസ്, അവരോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടെ പറയട്ടെ, അവരങ്ങനെ ഒരു പദവി സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഒരു ജഡ്ജാണ് ഒരു ഡാമിൻ്റെ കാര്യം പറയേണ്ടത്. ജഡ്ജിമാരെ ഡാമിൻ്റെ കാര്യം നിശ്ചയിക്കാൻ അധികാരപ്പെടുത്തുന്ന വിഡ്ഢികളുടെ ഒരു ഗവൺമെൻറ് അല്ല ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഒരു ജഡ്ജായിരുന്നു പണ്ട്. ഇപ്പം ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ജഡ്ജ്. എന്തൊരു അധപ്പതനമാണ്. എൻ്റെ പാർട്ടിക്കാരനായാൽ ഏത് സ്ഥാനത്തും പ്രതിരോധിക്കാം, ജഡ്ജിനെ അപരോധിക്കുന്നു.
ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനായിട്ട്. സർ, എപ്പോഴും ഡാമിൻ്റെ സുരക്ഷയെക്കുറിച്ച് സാറ് വാദിക്കുമ്പോൾ സാറിനോട് ചോദ്യം, സാർ ലോയർ അല്ലേ, ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ എങ്ങനെ സാധിക്കുന്നു? ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ അതല്ലേ പറഞ്ഞത്. ഞാൻ ഏറ്റു പറയുന്ന ആളാണ്. IIT റൂർക്കി പറയുന്നത്, IIT ഡൽഹി പറയുന്നത്, പഠിച്ചവരൊക്കെ പറയുന്നത് ഏറ്റു പറയുന്ന ആളാണ്. അല്ലാണ്ട് ഞാൻ എൻ്റേതായിട്ട് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എനിക്ക് നിയമം പറയാൻ കഴിയും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അനീതിയാണ് പ്രവർത്തിക്കുന്നത് കേരളവും തമിഴ്നാടും എന്ന് പറയാൻ കഴിയും. മുല്ലപ്പെരിയാർ കരാറ് തൊട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ തൊട്ട് സകല കാര്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അനീതിയും അധർമ്മവും ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് പറ്റും. അതൊരു ലോയർക്കേ സാധിക്കൂ. ആ ജോലി ഞാൻ വളരെ നന്നായി തന്നെ ചെയ്യുന്നുണ്ട്. ഒരു ലോയർ എങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങൾ ഇവരെല്ലാം എല്ലാവർക്കും ഓത്തുണ്ടല്ലോ. ഞങ്ങൾക്കൊരു സത്യപ്രതിജ്ഞയുണ്ട്. ഇതൊരു നോബൽ പ്രൊഫഷനാണെന്നും ഒരു ലോയർ ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവനായിരിക്കണമെന്നും സഹജീവികളിൽ കാരുണ്യവും സ്നേഹവും വർഷിക്കണമെന്നും ഒക്കെ ഞങ്ങളും പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അത് അക്ഷരം പ്രതി പാലിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് റസൽ ജോയി. അത് മലയാളത്തിൻ്റെ ഒരു മകനാണെന്നതിൽ ഈ കേരളത്തിൽ എന്നെ കാണുന്ന ജനങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്ര താല്പര്യം? അത് എവല്യൂഷനാണ്. അതൊരു നാച്ചുറൽ എവല്യൂഷനാണ്. അതിങ്ങനെ എവോൾവ് ചെയ്ത് വന്നതാണ്. അതായത് ഒരു നിയോഗം. ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ഒരു നിയോഗം ഉണ്ടായിരുന്നു, ഇല്ലേ? സ്വാമി വിവേകാനന്ദന് ഒരു നിയോഗം ഉണ്ടായിരുന്നു. ശങ്കരാചാര്യർക്ക് ഒരു നിയോഗം ഉണ്ടായിരുന്നു. അവരെങ്ങനെയാണ് വളർന്നതെന്ന് വെച്ചാൽ അവർക്ക് പോലും പറയാൻ പറ്റില്ല. അതൊരു കോയിൻസിഡൻസ് ആണ്. അതൊരു തിരഞ്ഞെടുപ്പാണ്. ആയി വരുന്നതാണ്. അവർ ശ്രമിക്കുന്നതല്ല. ഈ പ്രപഞ്ചത്തെ സകലതും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. സമസ്ത പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഇത് സുന്ദരമായി സൃഷ്ടിച്ചതാണ്, സുന്ദരമായി പരിപാലിക്കുന്നതാണ്. അതിന് ഭംഗം വരുമ്പോൾ അത് തടയാനായിട്ട് ജെറീന ആരെങ്കിലുമൊക്കെ ഉയർത്തും. ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ടാണ് ഡാം പൊട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ടും ആലുവയിൽ തന്നെ സ്ഥിരതാമസാക്കുന്നത്, അല്ലേ? അത് എൻ്റെ സഹജീവികൾ ഒഴുകിപ്പോവാണെങ്കിൽ ഞാനും കൂടി പോയിക്കോട്ടെ എന്നാണ് എൻ്റെ തീരുമാനം. പിന്നെ എനിക്ക് തനിച്ച് രക്ഷപ്പെടണ്ട. ദുഃഖമുണ്ട്, കാരണം എനിക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്. അത് ആലോചിക്കുമ്പോൾ വലിയ ദുഃഖമുണ്ട്. പക്ഷേ അതുപോലെ തന്നെയല്ലേ എല്ലാവരുടെ, ജെറീനയുടെ കുടുംബം അതുപോലെ തന്നെയല്ലേ? അതാണ്. അതുകൊണ്ട് ഒളിച്ചോടാൻ ഞാൻ തയ്യാറല്ല. നമുക്ക് ഒരുമിച്ച് നേരിടാന്നേ. ഞാൻ കൂടെയുണ്ട്. ഞാൻ മലയാള മക്കൾക്ക്, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എങ്ങനെ? ജീവൻ വച്ചിട്ട്. എങ്ങനെ? ഒരു പൈസ പോലും ബ്രൈബായിട്ട്, കൈക്കൂലിയായിട്ട് തമിഴ്നാട്ടിൽ നിന്നോ കേരള ഗവൺമെൻറ്റിൽ നിന്നോ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഏത് ഏജൻസിയിൽ നിന്നോ വാങ്ങാതെ നിർഭയനായി നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഡീകമ്മീഷന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ ഡാം ഇൻ കേസ് പൊട്ടുവാണെങ്കിൽ എന്താണ് അതിൻ്റെ ഭീകരത? അത് മറ്റുള്ള ഇന്ത്യയിൽ തന്നെ 36 ഡാം പൊട്ടിയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് 1975 ചൈനയിൽ ബാങ്കിയോ ഡാം തകർന്നു. മോർവി അണക്കെട്ട് ഇന്ത്യയിലുള്ള ഒരു ഡാമാണ്, അത് തകർന്നു. പൂവർ അണക്കെട്ട് വിദേശത്തുള്ള ഡാം, അത് തകർന്നു. ഇത് കണ്ടാൽ പോരെ? ഇത് തന്നെയാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാലും സംഭവിക്കുന്നത്. ബാൻഗിയാവോ ഡാം ചൈനയിലെ ഡാമാണ്. അവിടെ ചെൻസിങ് എന്ന് പറഞ്ഞ ഒരു ഹൈഡ്രോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഹൈഡ്രോളജിസ്റ്റാണ്. ഞാനാരാണ്? ലോയറാണ്. ഈ ഹൈഡ്രോളജിസ്റ്റ് ചൈന മുഴുവൻ പറഞ്ഞു നടന്നത് ഇത് പൊട്ടുന്നു. പൊട്ടി ജനങ്ങൾ മുഴുവനും കടലിൽ പോകുന്ന അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ കുറേ നാൾ ചൈനീസ് ഗവൺമെൻറ് ഒരു ഉണ്ടാതിരുന്നു. ചെൻസിങ് എന്തെങ്കിലും പറയട്ടെ, ചെൻസിങ്ങിനെ പ്രാന്തനാക്കി, മനസ്സിലായോ? അയാൾ എന്തെങ്കിലും പറയട്ടെ എന്ന് വെച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചൈനീസ് സർക്കാരിന് തോന്നി ചെൻസിങ് പറയണല്ലോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ, ജനങ്ങളുടെ ലൈഫ് റിസ്ക് അല്ലേ. അപ്പോൾ അവരൊരു വിദഗ്ധ സമിതി അപ്പോയിന്റ് ചെയ്തു. നമ്മുടെ സുപ്രീം കോടതിയിലെ എംപവേർഡ് കമ്മിറ്റി പോലെയൊക്കെ തന്നെ. പക്ഷെ അവിടുത്തെ കമ്മിറ്റി എംപവേർഡായിരുന്നു, ഇവിടുത്തെ കമ്മിറ്റി പോലെ അല്ല. ഇവിടുത്തെ പോലെ ജഡ്ജസിനൊന്നും വെച്ചിട്ടല്ല അവിടെ കമ്മിറ്റി ഉണ്ടാക്കിയത്, എക്സ്പേർട്സിനെ തന്നെ.
പക്ഷെ അവർക്ക് എല്ലാ വിദഗ്ധ പരിശോധനകളും നടത്തി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചെങ്കിലും അവര് പറഞ്ഞത് ബാങ്കിയാവ് ഡാം തകരും, അത് ചെൻസിങ് പറയണത് ശരിയാണ്. പക്ഷെ അങ്ങനെ തകർന്നാൽ തന്നെ 61 ഡാംസ് അതിന് മുമ്പിലുണ്ട്. അപ്പോൾ വെള്ളം പോയി ഈ 61 ഡാമുകളിലും പോയി സമാധാനമാവും, ഇതാ പറഞ്ഞത്. അപ്പോൾ ചൈനീസ് ഗവൺമെൻറ് ചെൻസിങ് പറഞ്ഞത് പാടെ വിസ്മരിച്ചിട്ട് ജനങ്ങൾ മരിക്കും, ഡാം തകർന്നാൽ അതിന് മുമ്പിലുള്ള ഒരു ഡാമിനും നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ചെൻസിങ്ങിൻ്റെ അഭിപ്രായത്തെ തിരസ്കരിച്ചുകൊണ്ട് ഈ പാനൽ പറഞ്ഞ അഭിപ്രായം സ്വീകരിച്ചു. അതായത് ഡാം തകർന്നാൽ 61 ഡാമുകളിൽ പോയി സമാധാനം ആയിക്കോളൂ എന്നുള്ള ആ വാദം സ്വീകരിച്ച് ചൈനീസ് ഗവൺമെന്റ് ഡാം ഡീകമ്മീഷൻ ചെയ്തില്ല. പക്ഷെ ഒരു രാത്രിയിൽ ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്ന ഒരു വീട്ടിൽ വലിയ ഒരു സ്ഫോടന ശബ്ദം. അപ്പോൾ ഭാര്യ പറഞ്ഞു ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞു. ഭർത്താവ് ചാടി പുറത്തിറങ്ങി നോക്കി, ലോകമൊക്കെ അവിടെ തന്നെ ഉണ്ട്. ബാങ്കിയാവ് ഡാം തകർന്നു. ആ വലിയ പ്രഹരം മുമ്പിലുള്ള ഡാമിന് താങ്ങാനായില്ല, അത് തകർന്നു. അപ്പം ഫോഴ്സ് ഇരട്ടിയായി. അങ്ങനെ 61 ഡാമുകളും മാലപ്പടക്കം പോലെ പൊട്ടി 2.5 ലക്ഷം ജനങ്ങളെയും കൊണ്ട് ബാങ്കിയാവ് ഡാം കടലിൽ പതിച്ചു. അതിൽ ശ്രദ്ധേയമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ 23,000 പേര് ഈ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർ ഈ ചെളിയിൽ കിടന്നു. ചൈനീസ് ഗവൺമെൻറ് അതായത് വീഴാതെ നിൽക്കുന്ന മരച്ചില്ലകളിൽ, വീഴാതെ നിൽക്കുന്ന കെട്ടിടങ്ങളുടെ മുകളിൽ അങ്ങനെയൊക്കെ പിടിച്ച് കിടന്നത്. അവർക്ക് ഭക്ഷണ പൊതികൾ ചൈനീസ് ഗവൺമെൻറ് താഴേക്ക് ഇട്ട് കൊടുത്തു. ചെളിയിൽ വീഴും, ആരുടെയും കയ്യിലേക്ക് കൃത്യമായിട്ട് വന്ന് വീഴില്ല. അവസാനം ഭക്ഷണം കിട്ടാതായി. വരുന്ന മൃതദേഹങ്ങൾ അച്ഛൻ്റെ ആവാം, അമ്മയുടെ ആവാം, സഹോദരൻ്റെ ആവാം, സഹോദരിയുടെ, മക്കളുടെ ആവാം. മൃതദേഹങ്ങൾ ഭക്ഷിച്ചു, ആ കലക്കവെള്ളം കുടിച്ചു. 23,000 പേര് പിന്നീട് സാംക്രമിക രോഗങ്ങൾ ബാധിച്ച് അതിദാരുണമായി മരണപ്പെട്ടു. ഇത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്, നമുക്കത് സംഭവിച്ചുകൂടാ. കേരളത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇപ്പൊ ചൈനയിലെ കാര്യം പറഞ്ഞല്ലോ, ഭീകരമായൊരു അവസ്ഥയായിരുന്നു. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 5 ജില്ലകൾ നശിക്കും എന്നുള്ളതാണ്. 6 ജില്ല, പത്തനംതിട്ട മുതൽ ഡയറക്റ്റ് ലൈനിൽ 6 ജില്ലയുണ്ട്, പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെ. അതായത് അഴുത, പമ്പ, പെരിയാർ, മീനച്ചിലാറ് എല്ലാം അങ്ങനെയുള്ള നദികളിലേക്ക് വെള്ളം വരും. വേറെ 1-2 നദികളുണ്ട്, ഞാൻ എൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ ഇതിലേക്കൊക്കെ വെള്ളം വരും. വളരെ പരിതാപകരമായൊരു അവസ്ഥയാണ്. 6 ജില്ലകളെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യും. അങ്ങനെ വന്നാൽ കേരളത്തിന്റെ ഭൂപടം തന്നെ മാറിപ്പോയില്ലേ? അതെ, ഇത് ബാങ്കിയാവ് ഡാമിന്റെ അവസ്ഥയല്ല. നമുക്ക് ഇതിന്റെ അടിയിൽ ഫാക്ടറികളുണ്ട്, ഇതിന്റെ അടിയിൽ സദേൺ നേവൽ കമാൻഡ് ഉണ്ട്, ഇതിന്റെ അടിയിൽ നേവൽ ആർമമെന്റ് ഡിപ്പോ ഉണ്ട്, എയർപോർട്ട് ഉണ്ട്, റിഫൈനറി ഉണ്ട്, മെട്രോ ഉണ്ട്, സകല കെമിക്കൽ ഫാക്ടറികളും ഇതിൻ്റെ അടിയിലുണ്ട്, LPG ടെർമിനലുണ്ട് പൊതുവൈപ്പിൽ, പിന്നെ അങ്ങനെ പലതും. അപ്പോൾ ഈ ഫാക്ടറികളുടെ തകർച്ചയാണ് ഭീകരം. അതായത് ബെൻസീനും ഈഥേനും ഒക്കെ വിഷവാതകങ്ങളായിട്ടും ദ്രവരൂപത്തിലും ഒക്കെ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാറ്റടിക്കുന്നിടത്തൊക്കെ ജനങ്ങൾ വീഴും. അത് കേരളമെന്നോ തമിഴ്നാടെന്നോ കർണാടകയെന്നോ ഗോവയെന്നോ ഒന്നും കാറ്റിന് തീരുമാനം ഉണ്ടാവില്ല. കാറ്റടിക്കുന്ന ജനങ്ങൾ വിഷവാതകം ശ്വസിച്ച് വീഴും. ഭോപ്പാൽ ട്രാജഡിയേക്കാൾ വലിയ ദുരന്തമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം സേഫ് ആണോ? നമ്മുടെ പൊളിറ്റിക്കൽ സ്ഥിരാകേന്ദ്രമാണല്ലോ. എങ്ങനെ സേഫ് ആവും? കാറ്റ് തിരുവനന്തപുരത്തേക്കാ പോകണമെങ്കിൽ അവിടെയും വീഴും. പിന്നെ നമ്മൾ ലിബിയയിലെ ഡെർണയിൽ കണ്ടതാണ്. ലിബിയയിലെ ഡെർണ നഗരത്തെ മൊത്തം വഹിച്ചുകൊണ്ട് 2 ഡാമുകൾ പൊട്ടി. 2 ഡാമിലും കൂടി 2 TMC വെള്ളമുള്ളൂ. ഈ 2 ഡാമുകളും പൊട്ടി കടലിൽ പതിച്ചതാണ്. പിന്നെയാണോ നമ്മളൊരു കാഴ്ച കാണുന്നത്? ഇതൊക്കെ നമുക്ക് വേണ്ടി കാണുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ലിബിയയിലെ ദുരന്തം നമ്മളെ കണ്ണ് തുറപ്പിക്കാനുള്ള ദുരന്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീടുള്ള കാഴ്ച എന്താണ്? 7 നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെ കടൽ സുനാമി ആയിട്ട് വന്നു. 2 TMC വെള്ളം കൊണ്ട് അങ്ങോട്ട് പോയതാണ്. ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിൽ 15 TMC, ഇടുക്കിയിൽ 70 TMC, 85ആയി. പിന്നെ ചെറു ഡാമുകളിൽ എല്ലാം കൂടി ഒരു 120 TMC ഓളം വെള്ളമുണ്ട്. 120 TMC നമ്മുടെ തലയ്ക്ക് മേലിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
ഇത് കടലിൽ പതിച്ചാൽ വെള്ളമല്ല കടലിൽ പതിക്കുന്നത്, സകല കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസുമാണ്, ബിൽഡിങ്സിൻ്റെ എല്ലാത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഡാമിൻ്റെ അവശിഷ്ടങ്ങൾ, ഡാമിലെ 130 വർഷത്തെ ചെളി, ഇടുക്കി ഡാമിലെ ചെളി, ഇടുക്കി ഡാമിൻ്റെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം കൂടി ഒഴുകലല്ലോ 850 മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുക ചെയ്യുന്നത്. ആ പതനം കടലിന് താങ്ങാൻ പറ്റുമോ? അത് വേലിയേറ്റ സമയത്താണെങ്കിൽ കൂടുതൽ പ്രശ്നമാണ്. ഇങ്ങോട്ട് വരുന്ന ഒരു വലിയ ഫോഴ്സിനെ വലിയ ബലം കൊടുത്ത് അങ്ങോട്ട് തള്ളുകയാണ്. അത് അപ്പോൾ കടല് ഭൂമിയുടെ അതിർത്തിയിലേക്ക് മാറിക്കൊടുക്കും. വെള്ളമാണ്, വെള്ളത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ഗ്ലാസ്സിൽ വെച്ചാൽ ഗ്ലാസിൻ്റെ ഷേപ്പ്, കലത്തിൽ വെച്ചാൽ കലത്തിൻ്റെ ഷേപ്പ്, ഒരു ട്യൂബിൽ വെച്ചാൽ ട്യൂബിൻ്റെ ഷേപ്പ്, അങ്ങനെ ഷേപ്പ് മാറുന്ന സാധനമാണ് വെള്ളം. അപ്പം ഈ കടല് ഭൂമിയുടെ അതിർത്തിയിലേക്ക് മറ്റേ വശത്തേക്ക് മാറിക്കൊടുക്കും. പിന്നെ ബാലൻസ് ചെയ്യണ്ടേ? ഒരു വലിയ സുനാമിയായിട്ട് വരും, അത് കേരളത്തെ മുഴുവൻ വിഴുങ്ങും. കർണാടകയുടെ തീരപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവും, ഗോവയും മുംബൈയും തകരും. ഇത് നോസ്ട്രഡാമസിൻ്റെ പ്രവചനമാണ്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നോസ്ട്രഡാമസ് പ്രവചിച്ചതാണ് സൗത്ത് ഇന്ത്യ അരുണ നദിയാവുന്നു. അതിനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യ തെളിവുകളാൽ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. സർ, ഇങ്ങനെ മുല്ലപ്പെരിയാർ പൊട്ടി അങ്ങനെ ഒരു വാർത്ത നമുക്കൊക്കെ അറിയാൻ കഴിയുകയാണെങ്കിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഉയർന്ന പ്രദേശത്ത് ആ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന മേഖലയിൽ കയറി നിന്നാൽ അങ്ങനെയൊക്കെ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ? ഇടുക്കി ജില്ലയിൽ അങ്ങനെയുള്ള കുറേ സാധ്യതകളുണ്ട്. ഈ പോയ്സണസ് ഗ്യാസ് വരുന്ന അവർക്കും രക്ഷയില്ല. ഈ ഡാം തകർന്നു വന്നാൽ ഇടുക്കി ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ഇടുക്കി ജില്ലക്കാരുടെ പ്രശ്നമായിട്ട് ആരും കരുതേ വേണ്ട. ഇടുക്കി ജില്ലയിൽ മുകളിൽ കയറി നിൽക്കാൻ പറ്റുന്ന മലകളുണ്ട്, പലതുണ്ട്. അവിടെയൊക്കെ ഈ വയ്യാത്തവരെങ്ങനെ കയറി, രോഗം ബാധിച്ച് കിടക്കുന്നവരെങ്ങനെ കേൾക്കും? സ്ത്രീകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഓടിക്കയറി നിൽക്കാനൊക്കെ. അപ്പം ഇടുക്കി ജില്ലയിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. എറണാകുളം ഒരു സാധ്യതയില്ല, എവിടെ കയറി നിൽക്കും? ഏറ്റവും കൂടുതൽ കെമിക്കൽസും ഒക്കെ വരാൻ സാധ്യതയുള്ള എറണാകുളത്തെ വലിയ മലകൾ, എറണാകുളം ജില്ലയിലുള്ള വലിയ മലകൾ കാണിച്ചിട്ട്, ഈവൻ മലയാറ്റൂർ മല വരെ കാണിച്ചിട്ട് പറയാണ് ഞങ്ങൾ അവിടെ കയറി നിൽക്കുന്നു. മലയാറ്റൂർ, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ എത്ര മീറ്റർ താഴെയാണ് മലയാറ്റൂർ മലയെന്നറിയോ? അപ്പോൾ ഞങ്ങൾ മലയാറ്റൂർ മലയുടെ മുകളിൽ കയറി നിൽക്കുമെന്നൊക്കെ പറയുന്നത് അത്ര യുക്തിഭദ്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ലോകത്ത് എന്തുമാത്രം. ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ 36 ഡാം തകർന്നു, നമ്മൾ കണ്ടതാണ്. ആരും ഇതൊന്നും പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അതാണ് മലയാളികളുടെ പ്രശ്നം. ഒന്നും അറിയാണ്ടുള്ള വലിയ പണ്ഡിതഭാവം ചമയലാണ് മലയാളികളുടെ വിഷയം. എന്നോട് ഒരാൾ തറപ്പിച്ച് പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം തകരില്ല. ഞാൻ പറഞ്ഞു തകരല്ലേന്നാണ് എൻ്റെ പ്രാർത്ഥന, തകരരുത്. ഈ പറഞ്ഞ ആൾക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടോ? സ്കൂള് കണ്ടിട്ടില്ല, എഴുതാനും വായിക്കാനും അറിയാം. എഴുതാനും വായിക്കാനും അറിയാത്ത ആളാണ് ഈ പറയുന്നത്. അതാണ് മലയാളി. തമിഴൻ അങ്ങനെയല്ല. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ആരെങ്കിലും വിദ്യാഭ്യാസം ഉള്ളവൻ പറഞ്ഞാൽ അത് വിശ്വസിക്കും, അന്ധമായി വിശ്വസിക്കും. അതായത് ഡാമിനെ കുറിച്ച് ഡാം എഞ്ചിനീയർ പറഞ്ഞാൽ വിശ്വസിക്കും, മെഡിസിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞാൽ വിശ്വസിക്കും, കൺസ്ട്രക്ഷനെ കുറിച്ച് ഒരു എഞ്ചിനീയർ പറഞ്ഞാൽ വിശ്വസിക്കും. അങ്ങനെ അവർ വിശ്വസിക്കും. ഇതല്ല, ആരും പറയണ ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞാൻ മഹാപണ്ഡിതൻ. ഇതാണ് മലയാളി. ഞാനൊരു വീഡിയോയിലോ റൈറ്റപ്പിലോ മറ്റോ കണ്ടതാണ്. അതായത് ഇടുക്കി ഡാമിന്, മുല്ലപ്പെരിയാർ ഡാമിൽ പൊട്ടി വരുന്ന വെള്ളം കുറച്ചൊക്കെ തങ്ങും. അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ഷട്ടർ ഉയർത്തി വിടുക, അങ്ങനെ കുറച്ചൊക്കെ പുഴയിലേക്ക് തള്ളി വിടുക. അപ്പോൾ ഏറെക്കുറെ സേഫ് ആവും. അപ്പോൾ പുഴയുടെ തീരത്തുള്ളവർ മാത്രമേ അതിന് അഫക്റ്റ് ആവുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ പല വീഡിയോസും റൈറ്റപ്പൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ എന്ത് ബേസിലാണ് അപ്പോൾ അവർ എഴുതുന്നത് എന്നുള്ളതാണ്. എത്ര സുന്ദരമായ സ്വപ്നം, എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം. ഇതൊക്കെ മനുഷ്യനിർമ്മിതങ്ങളാണ്, മനസ്സിലായോ? ഇത് കോൺക്രീറ്റ് സ്ട്രക്ചറാണ്. അതായത് നമ്മുടെ M30 കോൺക്രീറ്റ് ആണ്. ഇതിൻ്റെ ആയുസ് 35 ഇയേഴ്സേ ഉള്ളൂ. 35 ഇയേഴ്സ് കാലാവധിയുള്ള ഒരു കോൺക്രീറ്റ് കൊണ്ട് പണിതതാണ് ഈ ഡാം. ഇതിപ്പോൾ എത്ര ആയെന്നറിയോ? 50 വർഷമായി. ഇനി ഇത് താങ്ങുമെന്ന് പറഞ്ഞിട്ട്, ഇത് താങ്ങുമെന്ന് പറഞ്ഞ് നമ്മൾ നിന്നാ നമ്മളാരായി?
ഞാൻ പറയണില്ല, ഇനി നിങ്ങൾ തന്നെ പറഞ്ഞു, എന്നെ കേൾക്കുന്ന ഈ ചാനലിനെ ശ്രവിക്കുന്ന ആളുകൾ പറഞ്ഞു നമ്മൾ ആരായി എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദുരന്തം വരുമ്പോൾ വെള്ളം ഈ വഴിയാണ് ഒഴുകുന്നതെന്ന് പോലെയുള്ള റൂട്ട് മാപ്പുകളൊക്കെ ശുദ്ധ മണ്ടത്തരമല്ലേ? മലയാള മനോരമയ്ക്കൊക്കെ ഇതൊക്കെ സാധിക്കും, അത് നിങ്ങൾ മനസ്സിലാക്ക്. മലയാള മനോരമയ്ക്ക് റൂട്ട് മാപ്പ് വരച്ചു കൊടുത്ത മലയാള മനോരമയ്ക്ക് ഇതും സാധിക്കും, ഇതിലപ്പുറവും സാധിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോ, ഈ റൂട്ട് മാപ്പും നോക്കി അതും വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളാരാവും? അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, സാറിൻ്റെ ഷോർട്ട് ഫിലിമിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒക്കെ പരിസരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഡിപ്രഷൻ മരുന്നുകൾ എടുക്കുന്ന എണ്ണം കൂടുന്നു. അതുപോലെ തന്നെ അവിടങ്ങളിൽ നിന്നൊക്കെ സ്ഥലം മാറിപ്പോകുന്നു ഒരുപാട് പേര്. ഇതൊക്കെ കണക്കുകൾ ചൂണ്ടി തന്നെ പറഞ്ഞതാണോ, വാസ്തവമാണോ, എന്താണ് അതിലെ യാഥാർത്ഥ്യം? ജെറീന പറയാത്തൊരു കാര്യമുണ്ട്, ഒരു പെൺകുട്ടികളെയും വള്ളക്കടവിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കൂല. അത് ഞാൻ പറയണ്ടെന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചതാണ്. നമ്മൾ എത്ര നാളിങ്ങനെ ഭയന്ന് ജീവിക്കും? തമിഴ്നാടിന് വെള്ളം കൊടുക്കാനായിട്ട് 100 വഴികളുണ്ട്. ആലുവ പുഴയെന്ന് വരെ തമിഴ്നാടിന് വെള്ളം കൊടുക്കാം. ഇറാനിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ടെക്നോളജി ഉള്ളത്. ഈ ആൾക്കാരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കണതെന്നാണ് ഞാൻ ആലോചിക്കണത്. തമിഴ്നാടിന് വെള്ളമല്ലേ ആവശ്യം, എന്തുമാത്രം വെള്ളം. ആൾക്കാർ പറയുന്നത് കടലിൽ പോയി നശിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കടലിൽ പോയി പാഴാവുകയല്ല ചെയ്യുന്നത്, കടലിലേക്ക് പോകണം, എന്നാലാണ് കടൽപ്പായലുകൾ വളരുള്ളൂ, ലോകത്ത് ഓക്സിജൻ ഉണ്ടാവുള്ളൂ, പ്രാണവായുവേ നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലോ. ഇനി അത് കുപ്പിയിൽ മേടിച്ച് ശ്വസിക്കേണ്ട അവസ്ഥ വരും എന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയണത്. ഈ പ്രാണവായു ഉണ്ടാക്കുന്ന സാധനമാണ് കടൽപ്പായലുകൾ, സീവീഡ്സ്. ശുദ്ധജലം അങ്ങോട്ട് ചെന്നാൽ അത് വളരുള്ളൂ, മത്സ്യം വളരുള്ളൂ, കടൽ ജീവികൾ വരുള്ളൂ. കാണപ്പെടാത്തതും കാണുന്നതുമായ കോടാനുകോടി ജീവി വർഗങ്ങൾ കടലിലുണ്ട്. ഇതിനൊക്കെ ശുദ്ധജലം അങ്ങോട്ട് ചെന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതൊരു വശം. ഇനിയിപ്പോൾ തമിഴ്നാടിനെ പോഷിപ്പിക്കാനാണെങ്കിൽ ആലുവ പുഴയിൽ നിന്ന് കൊടുക്കാം, ഇടുക്കി ഡാമിൽ നിന്ന് കൊടുക്കാം, ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കക്കി ഡാമിൽ നിന്ന് കൊടുക്കാം. അതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് സ്വീകാര്യമായ കാര്യം. അപ്പോൾ ഓൾറെഡി ഒരു കരാറിന്റെ തലവേദനയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ മറ്റൊരു കരാറും കൂടെ നമ്മൾ എന്താ കുഴപ്പം? പുതിയ കരാറാണ് വരുന്നത്. പുതിയ കരാറ് വരുമ്പോൾ, അതായത് കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുത്താൽ നമുക്ക് നല്ലതല്ലേ? 50,000 കോടി രൂപയുടെ ആദായം തമിഴ്നാട് ഉണ്ടാക്കുന്നു ഈ വെള്ളത്തിൽ നിന്ന് പറയുന്നു. 10,000 കോടി ചോദിച്ചുകൂടെ നമുക്ക്? 10,000 കോടി കേരള ഖജനാവിൽ വന്നാൽ നിങ്ങളാരായി? നിങ്ങളുടെ മക്കള് നിങ്ങളെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയി ജോലി അടിമപ്പണി ചെയ്യേണ്ട ആവശ്യമില്ല, നാട്ടിൽ നിൽക്കും. വയസ്സായ ആളുകൾക്ക് 10,000 25,000 വെച്ച് പെൻഷൻ കൊടുക്കാൻ പണം അന്വേഷിച്ച് കേരള സർക്കാരിന് നെട്ടോട്ടം ഓടേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായ? ഈ വെള്ളം അതുപോലെ സമ്പത്താണ്. പിന്നെ 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്, നമ്മൾ ഡിഫിസിറ്റ് സ്റ്റേറ്റ് ആണ്. ആ എനർജി മുഴുവനും വേണമെന്ന് വെച്ചാൽ അത്രയും എനർജി അവർ തരേണ്ടി വരും, കാരണം അത് സർപ്ലസ് സ്റ്റേറ്റ് ആണ്. ഇത് വേണ്ടാന്ന് പറയണത് ആരാ? പുതിയ കരാറ് വേണ്ടാന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം. കാരണം പുതിയ കരാറ് വന്നാൽ ഖജനാവി പൈസ വരും, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പോക്കറ്റിൽ പൈസ ഒട്ടും വരത്തില്ല. മനസ്സിലായി? എല്ലാ കൊല്ലവും കിട്ടുന്ന ഈ കറപ്ഷൻ്റെ ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഡോളേഴ്സ് ഉണ്ടല്ലോ, അത് വരില്ല പുതിയ കരാറ് വന്നാൽ. കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുത്താലുള്ള ഏറ്റവും വലിയ ഗുണം അതാണ്. തമിഴ്നാടിന് ആവശ്യമുള്ള വെള്ളം കിട്ടും. തമിഴ്നാടിന് ആവശ്യമുള്ള ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൽ കിട്ടുന്നതിൽ കൂടുതൽ വെള്ളം കക്കി ഡാമിൽ നിന്ന് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനും കഴിയും. ഇതിനൊന്നും പൈസ കൊടുക്കണ്ടെന്ന് തമിഴ്നാട്ടിലെ ഒരാളും ചിന്തിക്കുന്നില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മലയാളി മക്കളുടെ ജീവൻ നഷ്ടപ്പെടണമെന്ന് തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ വെള്ളത്തിനും ഇലക്ട്രിസിറ്റിക്കും പൈസ കൊടുക്കണ്ടെന്നും അവർ ആഗ്രഹിക്കുന്നില്ല. വേണ്ടാന്ന് കരുതുന്നത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ആരായി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എനിക്കത്രേ പറയാനുള്ളൂ. ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് ഒരു പക്ഷെ അത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തുറന്ന പോരിലേക്ക് പോയാലോ എന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, ഒരുപാട് പേര് തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നു, അവർക്കൊക്കെ നിലനിൽപ്പ് അസാധ്യമാവില്ലേ? ഈ ചോദ്യം ആദ്യമായിട്ട് ചോദിച്ചത് ജെറീനയല്ല, കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
റസൽ ജോയി ഇങ്ങനെ പറഞ്ഞു നടന്നാൽ തമിഴ്നാട്ടിലെ മലയാളികൾ ആക്രമിക്കപ്പെടും. ഞാൻ ചോദിച്ചു, തമിഴ്നാട്ടിലെ മലയാളികൾ ആക്രമിക്കപ്പെടും എന്ന് താങ്കൾ പറഞ്ഞല്ലോ, ഒരു ഉദാഹരണം പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരാൾക്കുണ്ടായ തിക്തമായ അനുഭവം പറഞ്ഞു. കേരളത്തിൽ നിന്നെല്ലാം കടം കയറി മുടിഞ്ഞ് ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി അവസാനത്തെ നാണയമെടുത്ത് തമിഴ്നാട്ടിൽ പോയി ഒരേക്കർ സ്ഥലം വാങ്ങിയ ഒരു ചായക്കടയും തുടങ്ങിയ ഒരു കുടുംബത്തിൻ്റെ കാര്യം ആ മുഖ്യമന്ത്രി എൻ്റെ അടുത്ത് പറഞ്ഞു. മുല്ലപ്പെരിയാർ പ്രശ്നം ഇവിടെ കൊടുമ്പിരിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കായ്ക്കാൻ തുടങ്ങിയ 300 തെങ്ങുകൾ മുറിച്ചിട്ടിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ചായക്കട തല്ലിപ്പൊളിച്ചു. അതുകൊണ്ട് റസൽ ജോയി നീ നിർത്തിക്കാമെന്നാണ് അത് പറഞ്ഞില്ല കേട്ടോ, ഇത്രയും പറഞ്ഞ്. അതിൻ്റെ അർത്ഥം എന്താണ്, പിന്നീട് എന്താണ്? റസൽ ജോയി നീ നിർത്തിക്കോ, ഇവിടെ നിർത്തിക്കോ, അല്ലെങ്കിൽ മലയാളികൾ തമിഴകത്ത് ആക്രമിക്കപ്പെടും. ഞാൻ ചോദിക്കണത്, ഈ മുഖ്യമന്ത്രിയോട് അന്നേരം ചോദിച്ചു, താങ്കൾ എന്ത് സത്യപ്രതിജ്ഞ നടത്തിയത്? എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്നാണ് സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിലെ ജനങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഈ മനുഷ്യന് ആ സത്യപ്രതിജ്ഞ പാലിക്കാൻ പറ്റത്തില്ലേ? ഇന്ത്യയിൽ ഏറ്റവും സുശക്തമായ ആർമിയുണ്ട്, നേവിയുണ്ട്, എയർഫോഴ്സ് ഉണ്ട്. തമിഴ്നാട്ടിലെ ഒരു വ്യക്തിയുടെ, ഇന്ത്യൻ സിറ്റിസൻ്റെ 300 തെങ്ങുകൾ മുറിച്ചിട്ടപ്പോൾ എല്ലാം കായ്ക്കാറായ തെങ്ങുകളാണ്, കായ്ച്ചു തുടങ്ങിയതാണ്. നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു തെങ്ങ് 50 വർഷം, 100-120 വർഷമൊക്കെ ജീവിക്കുന്ന തെങ്ങുകളുണ്ട്. 50 വർഷമാണ് ജീവിക്കുള്ളൂ എന്ന് വിചാരിക്കുക. 50 വർഷം ജീവിക്കുന്ന ഒരു തെങ്ങിൽ നിന്ന് എത്ര ആദായം ഉണ്ടാവും എന്ന് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റും, ഒരു ആവറേജ്. എന്തുകൊണ്ട് താങ്കൾ ഒരു മുഖ്യമന്ത്രി ആയിരുന്നിട്ട് അത് വാങ്ങിച്ചു കൊടുക്കാൻ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ആ കൃഷിക്കാരന് വാങ്ങിച്ചു കൊടുക്കാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല? താങ്കൾ പരാജയമാണ്. അതിർത്തി കടന്ന് കയറി വന്ന് കേരളത്തിലെ ജനങ്ങളെ തല്ലിച്ചതച്ച തമിഴന്മാരെ പ്രോസിക്യൂട്ട് ചെയ്യാത്തത് ഇടത് വലത് രാഷ്ട്രീയത്തിൻ്റെ പരാജയമാണ്. അവരാണല്ലോ കേരളം ഭരിച്ചത്, അവരുടെ പരാജയമാണിത്. ആ മനുഷ്യൻ്റെ ചായക്കട തല്ലിപ്പൊളിച്ച ആളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പ്രോസിക്യൂട്ട് ചെയ്ത് ശിക്ഷിക്കാൻ ഇന്ത്യ രാജ്യത്ത് നിയമമുണ്ട്. അതിനാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോ അതൊരു മുഖ്യമന്ത്രിക്ക് പാലിക്കാൻ കഴിയാതിരുന്നത് മുഖ്യമന്ത്രിയുടെ പരാജയമാണ്, രാജ്യത്തിൻ്റെ പരാജയമോ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ പരാജയമല്ല. അതിന് സാധിക്കണമായിരുന്നു. ഇതിപ്പോൾ ആർക്കും കയറി മേയാവുന്ന ഒരു സ്ഥലമായി കേരളം. അതിർത്തി കടന്നു വന്ന് മലയാളികളെ ആക്രമിച്ചാലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം കിടക്കുന്നത് അവിടെയല്ല. ഇവർ യജമാനന്മാരും നമ്മൾ അടിമകളുമാണ്. ഇവർ പണം കൊടുത്ത് വളർത്തുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് തിരിഞ്ഞ് ഒരക്ഷരം പോലും പറയാനുള്ള നട്ടലുണ്ടാവില്ല, ചങ്കുറപ്പുണ്ടാവില്ല. മലയാളികളുടെ ആത്മാഭിമാനം, അവൻ്റെ സ്വാതന്ത്ര്യം പണയം വെച്ചാണ് ഇവിടുത്തെ കേരള രാഷ്ട്രീയം വളർന്നിട്ടുള്ളത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതാണ് പ്രശ്നം. അന്നത്തെ കേരള മുഖ്യമന്ത്രിനെ ഇപ്പോൾ കുറ്റം പറഞ്ഞില്ലേ? ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, അഡ്വക്കേറ്റ് റസൽ ജോയി ആ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അന്ന് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ആ മുഖ്യമന്ത്രി പറഞ്ഞ ആ കഥയിലെ കഥാപാത്രത്തിന് 300 തെങ്ങിൻ്റെ 50 വർഷത്തെ അല്ല 100 വർഷത്തെ ആദായം തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അദ്ദേഹത്തിൻ്റെ കട തല്ലിപ്പൊളിച്ച് അതിക്രമിച്ച് കയറിയ എല്ലാ സാമൂഹിക ദ്രോഹികളും തുറുങ്കിലടയ്ക്കും. തമിഴ്നാട്ടിൽ പോയിട്ടല്ല, കേരളത്തിലിരുന്നു കൊണ്ട്. അത് സാധിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിനൊന്നും പറ്റില്ല. തമിഴ്നാട് ഭരണകൂടം ഇന്ത്യൻ പ്രസിഡന്റ് ഡിസ്മിസ് ചെയ്യും, അല്ലെങ്കിൽ സുപ്രീം കോടതി ഡിസ്മിസ് ചെയ്യാൻ കൽപ്പിക്കും. ഓത്ത് ലംഘനം നടത്തി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ഭരണഘടനാ പ്രകാരം ആ ഇന്ത്യയിലെ സിറ്റിസനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, അവൻ്റെ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ മുഖ്യമന്ത്രിയെ പുറത്താക്കണമെന്ന് സുപ്രീം കോടതി പറയും. ഉണ്ടാവില്ല അങ്ങനെ ഒരു മുഖ്യമന്ത്രി അവിടെ, ഉണ്ടാവില്ല. അവിടുത്തെ പോലീസും ഭരണ സംവിധാനങ്ങളും അതിനുള്ള നിയമമൊക്കെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. നാണം കെട്ട രാഷ്ട്രീയ നേതൃത്വമാണ്, നട്ടലില്ലാത്ത രാഷ്ട്രീയ നേതൃത്വമാണ്
മലയാളികളെ അടിമത്തത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിലുള്ളത്. അവൻ്റെ ആത്മാഭിമാനവും അവൻ്റെ ധൈര്യവും എല്ലാം നശിപ്പിച്ച രാഷ്ട്രീയ നേതൃത്വമാണ്. ഇവന്മാരുടെ പുറകെ കൂക്കി വിളിച്ച് നടക്കാൻ മാത്രം അറിയാം. അത്തരത്തിൽ യുവജനതയെ നാട്ടിലെ ജനങ്ങളെ അധപ്പതിപ്പിച്ചിരിക്കും. സർ, നമ്മളുടെ ഈ സംഭാഷണത്തിനിടയ്ക്ക് സാറ് പലപ്പോഴായി ചോദിച്ചു, നിങ്ങൾ വിഡ്ഢികളാണോ, നിങ്ങൾ മണ്ടന്മാരായിരിക്കുകയാണോ, പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പ്രതികരിക്കാത്തത്, നമ്മൾ നിസ്സഹായരല്ല. ശരിക്കും എന്താ ചെയ്യാൻ കഴിയുക? ഇവിടുന്ന് മാറി താമസിക്കാന്ന് പറഞ്ഞൊരു ആയുഷ്കാലം മുഴുവൻ കെട്ടിപ്പടുത്തി ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം വിട്ടിട്ട് നമ്മൾ എങ്ങോട്ട് ഓടി പോകാനാണ്? അതൊരു സൊല്യൂഷൻ ആവുന്നില്ലല്ലോ. നമ്മൾ നിസ്സഹായരല്ലേ ശരിക്കും ഇവിടുത്തെ ജനങ്ങൾ? എനോർമസ് പവർ വിത്തിൻ യു, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ആത്മാരോഷത്തിന് മുമ്പിൽ, നിങ്ങളുടെ ഇന്നർ ഫോഴ്സിന് മുമ്പിൽ ഒരു സാമ്രാജ്യങ്ങൾക്ക് നിലനിൽക്കാനാവില്ല. ഒരു കേരള സർക്കാരിന് നിലനിൽക്കാനാവില്ല. ഒരു ഭാരത സർക്കാരിന് നിലനിൽക്കാൻ കഴിയില്ല. അതാണ് സത്യത്തിൻ്റെ ശക്തി, ധാർമ്മികതയുടെ വിജയം. എൻ്റെ കൂടെ ഒരാളുണ്ടായാൽ, ഒരാളെങ്കിലും ആത്മാർത്ഥതയോടെ നിന്നാൽ എത്ര വലിയ ശക്തിയായിട്ട് ഞാൻ മാറും. അപ്പം 3.5 കോടി ജനങ്ങൾ നിന്നാലോ ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ഓഫ് മുല്ലപ്പെരിയാർ എന്നുള്ളത് സാധ്യമാകും. നമ്മുടെ കേസ് ഇപ്പോൾ എവിടം വരെ സാർ? അതാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്. എൻ്റെ കേസ് വളരെ സിമ്പിളാണ്. ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള ശാസ്ത്രജ്ഞർ, റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ, അവർ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അതിൻ്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണം. അതായത് അത് എന്ന് പൊളിച്ചു കളയും, എന്ന് നിർവീര്യമാക്കും എന്നുള്ള തീയതി പ്രഖ്യാപിക്കണം. ഇതാണ് എൻ്റെ കേസ്. ഇതിനെ ഗവൺമെൻറ് ഓഫ് കേരള സപ്പോർട്ട് ചെയ്യുന്നില്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ലോകമെമ്പാടുമുള്ള മലയാളികളോട് എൻ്റെ അഭ്യർത്ഥന, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റയിലും ടെലഗ്രാമിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലുമൊക്കെ കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക എന്നത് ഒരു ഹാഷ്ടാഗോടുകൂടി നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഒരു മിനിറ്റ് സമയം എന്ന് പറയുന്നത് ഓരോ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും ജീവനാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഈ ഒരു മിഷൻ ഏറ്റെടുക്കണം. കേരള സർക്കാരുകളെ കൊണ്ട് സുപ്രീം കോടതിയിൽ എൻ്റെ കേസിനെ പിന്തുണയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. കേരള സർക്കാർ വന്ന്, ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, അതിൻ്റെ ചെലവ് ഞങ്ങൾ വഹിച്ചോളാം എന്ന് 2 സെൻറ്റൻസ് രേഖപ്പെടുത്തി ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചാൽ മതി. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ മുല്ലപ്പെരിയാർ കേസിനെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ കേസിൽ കേന്ദ്ര സർക്കാരിന് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ വിരോധമില്ല, അതിൻ്റെ ചെലവ് കേന്ദ്ര സർക്കാർ വഹിച്ചുകൊള്ളാം എന്ന് കേന്ദ്ര സർക്കാരും 2 സെൻറ്റൻസ് പറഞ്ഞ് ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കൊടുത്താൽ മുല്ലപ്പെരിയാർ കേസ് തീർന്നു. അതിന് ആ ഒരു വിഷയം ഹാഷ്ടാഗായിട്ട് നിങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും എല്ലായിടത്തും നിങ്ങൾ ഒരു പ്രചാരവേലയായിട്ട് സ്വീകരിക്കണം. ഇത് നാടിൻ്റെ വിഷയമാണ്, ജീവൻ്റെ വിഷയമാണ്, നമ്മുടെ മക്കളുടെ വിഷയമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഇത് ഈ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള ഹൈലി ചാൻസ് ഉള്ളൊരു പ്രദേശമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. ഇപ്പോൾ 4ന് മുകളിൽ മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും പൊട്ടുമെന്ന്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അത് കറക്റ്റായിട്ടുള്ള പഠനത്തിന് ശേഷം പറയുന്നത്. എന്ത് സംശയം? ഭൂമി കുലുക്കം വന്നാൽ ഏത് മനുഷ്യ നിർമ്മിതിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ഒരു മനുഷ്യ നിർമ്മിതിക്കും ഭൂമി കുലുക്കത്തിൻ്റെ ശക്തിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്കതാ പേടി. എറണാകുളത്തൊക്കെ എത്ര അത്തുങ്ക ശൃംഗങ്ങളല്ലേ, അങ്ങനെയല്ലേ പറയുക? വലിയ കൺസ്ട്രക്ഷൻസ് ഇല്ലേ, ബിഗ് ആൻഡ് ബിഗർ ബിൽഡിങ്സ് ഇല്ലേ, അതൊക്കെ തകർന്ന് എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, ജീവനോടെ അവൻ്റെ ഉള്ളിൽ കിടക്കരുത്. 2 ആഴ്ചയൊക്കെ കിടന്ന ആളുകളുണ്ട്, അനക്കാൻ പറ്റാതെ, തിരിയാൻ പറ്റാതെ ജീവനോടെ കല്ലിൻ്റെ അടിയിൽ കിടന്ന ആളുകളുണ്ട്. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം ആകുമ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് അവർ വരത്തുള്ളൂ. അതാണ് സംഭവം. അപ്പോൾ ഇത്ര നേരം മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിച്ചത് അഡ്വക്കേറ്റ് റസൽ ജോയി ആണ്. സാറിൻ്റെ ഈ ഒരു ഉദ്യമം കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്, അവർ സപ്പോർട്ട് തരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണോ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ സാർ ഇപ്പോൾ ഈ പോരാടുന്നത്, അതിനൊരു റിസൾട്ട് എത്രയും വേഗം കാണട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്റർക്കുള്ള പരാതിയുണ്ട്. അത് ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലാണ് change.org. നിങ്ങൾ മൊബൈൽ എടുത്ത് ചേഞ്ച് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ആ പെറ്റീഷൻ വരുന്നുണ്ട് ഇപ്പം. അപ്പം അതിൽ നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് സൈൻ ചെയ്യണം.
അവർ ചിലപ്പോൾ ഡൊണേഷൻസ് ചോദിച്ചേക്കാം. അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക്, അതായത് change.org നിലനിൽക്കണമെങ്കിൽ അവർക്ക് പൈസ വേണമല്ലോ, അത് ചിലപ്പോൾ ചോദിച്ചേക്കാം. അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഒപ്പിടാം. ഇതിപ്പോൾ 3.5 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. 1/2 കോടിയെങ്കിലും ജനങ്ങൾ ഒപ്പിട്ടാലാണ് ഇത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. ഇതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്ര നേതാക്കൾ ഇത് ശ്രദ്ധിക്കും. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഇത് നിരീക്ഷിച്ച് അപ്പോൾ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ ഇതിൻ്റെ റിപ്പോർട്ടുകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആരും പ്രതികരിക്കുന്നില്ല, അതാണ് ആരും ഇതിൽ ഇടപെടാത്തത്. അപ്പോൾ ഒരു 50 ലക്ഷം പേരെങ്കിലും, 1/2 കോടി ആളുകളെങ്കിലും ഈ പെറ്റീഷനിൽ ഒപ്പിട്ടാൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്ക് എന്നെ വിളിക്കേണ്ടി വരും. അദ്ദേഹത്തെ എനിക്ക് കാര്യങ്ങൾ ധരിപ്പിക്കാനും സാധിക്കും. നിങ്ങൾക്ക് ചിലവഴിക്കാനുള്ളത് ഒരു മിനിറ്റാണ്, പക്ഷെ നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത് 3.5 കോടി ജനങ്ങളെയാണ്. അതുകൊണ്ട് എനിക്ക് കൈകൂപ്പി ഞാൻ അപേക്ഷിക്കുന്നു, എല്ലാവരും കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഇതിൽ ഒപ്പിടണമെന്ന് തന്നെയാണ് എൻ്റെ അപേക്ഷ. നിങ്ങൾ കഴിയുന്നത്ര പേരെ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യിപ്പിക്കണം. ഈ മിഷൻ വലിയ ഒരു വിജയമാക്കി തീർക്കണം. അത് ഒരിക്കൽ കൂടി പറയുന്നത് നമ്മുടെ ജീവൻ്റെ വിഷയമാണ്. താങ്ക് യു.